പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവർ ആമത്തിൽ കിടക്കുക, 2 കൈകളും 2 കാലുകളും ചങ്ങലയിലിട്ട് പൂട്ടിയേക്കുക. അവർക്ക് അവിടെ ഫുൾ അസാധ്യങ്ങൾ, അവർക്ക് ഇമ്പോസിബിളായിട്ടുള്ളത് സകലതും അവരെല്ലാ വഴിയും അടഞ്ഞു കിടക്കുക. അവർക്ക് അവിടെ നിന്ന് പുറത്തുനിന്ന് ഒരാൾ വന്ന് അവരെ തുറന്നു വിടാതെ അവരെ ആർക്കും തുറക്കാൻ പറ്റത്തില്ല. കാരണം ഫുള്ള് പട്ടാളങ്ങളെയൊക്കെ ആക്കി വെച്ചു, ഫുള്ള് എല്ലാം കാവലാക്കി വെച്ചേക്കുക. സോ ഇനി പുറത്തുനിന്ന് വേറൊരാൾ വന്ന് തുറക്കുക എന്ന് പറയുന്നതും ഇമ്പോസിബിളാണ്. പക്ഷേ അവർ ആ ഒരു സിറ്റുവേഷനിലും കർത്താവിനെ പാടി സ്തുതിച്ചു, കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവർക്ക് അത് കഴിഞ്ഞ് എന്താണെന്നറിയാമോ? കാരണം അവരുടെ സകല തീരുമാനങ്ങൾക്കും അവരൊരു ചുവട് വയ്ക്കണമെങ്കിൽ കർത്താവിനോട് ചോദിച്ചിട്ട് അവർ ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് അവർ ചങ്ങലയിൽ ആമത്തിൽ കിടന്നപ്പോഴും അവർക്ക് കൈ കൊട്ടാൻ കഴിയാഞ്ഞപ്പോഴും അവർക്ക് നേരെ ശബ്ദമുയർത്തി പാടാൻ കഴിയാഞ്ഞപ്പോഴും അവർ കർത്താവിനെ പാടി സ്തുതിച്ചു. ഹല്ലേലൂയ. ആരാധിച്ചാൽ നമുക്ക് വിടുതല. ഹല്ലേലൂയ. അതുമാത്രമല്ല, അവർ ആരാധിച്ച് കുറേ നേരം കഴിഞ്ഞിട്ടല്ല ദൈവം അവരെ വിടുവിച്ചേ. ആരാധന തുടങ്ങി പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവിടെ ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ അവരെ കർത്താവ് ആമത്തിൽ നിന്ന് വെളിയിലിറക്കി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവിടെ ഉള്ളവർ പോലും ഞെട്ടിപ്പോയി, എന്ത് സംഭവിച്ചേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇത് കണ്ടപ്പോൾ ഉണ്ടല്ലോ, ആ ഹോൾ ഫാമിലി കർത്താവിനെ അറിഞ്ഞു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല ഇമ്പോസിബിളിനെയും പോസിബിൾ ആക്കുന്ന കർത്താവ് നമ്മുടെ ലൈഫിൽ ഇറങ്ങി വന്ന് ഓരോ കാര്യങ്ങളിങ്ങനെ പിഴുത് കളയുന്നത് പോലെ, പറിച്ചു കളയുന്നത് പോലെ അസാധ്യമായ സകല വിഷയങ്ങളെയും എടുത്ത് കളയുമ്പോൾ, നമ്മൾ ദൈവത്തിനെ സ്തുതിക്കുമ്പോൾ, ജാതികൾ അത് കാണുമ്പോൾ അവരും കർത്താവിനെ അറിയും, അവരും ഇതിനകത്ത് വരും. അവരും കർത്താവ് വലിയവനാണ്, അവന് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ എന്നൊരു മാനസാന്തരം അവരിൽ ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിനെ ആരാധിക്കണം, കർത്താവിനെ പാടണം. നമ്മുടെ സാഹചര്യങ്ങളൊന്നും ആരാധിക്കാനോ പാടാനോ അല്ലെങ്കിൽ കർത്താവിനെ പ്രാർത്ഥിക്കാനോ ഉള്ള സാഹചര്യം കാണത്തില്ല. പക്ഷെ ആ സ്ഥാനത്തും കർത്താവിനെ പാടി സ്തുതിച്ചാൽ വിടുതൽ ഉടനെ നമ്മുടെ നടുവിൽ ഇറങ്ങി വരും. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാവർക്കും ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പാടി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അസാധ്യങ്ങളെ മാറ്റുന്ന കർത്താവ്, നമ്മെ ശക്തനാക്കുന്ന കർത്താവ്, ബുദ്ധിക്ക് അതീതമായുള്ള അത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവ്, ഹല്ലേലൂയ, നമ്മെ നടത്തിയിടുന്ന കർത്താവ്. അതുകൊണ്ട് കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ സകലതും സാധ്യമാണ്. ഹല്ലേലൂയ. ആ കർത്താവിനെ നമുക്ക് പാടി കരങ്ങളെ തട്ടി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ആമേൻ. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമാം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. ബുദ്ധിക്കതീതമാം അത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. എൻ യേശു എൻ കൂടെയുള്ളത്. അധികാരത്താൽ വിളിച്ചു പറഞ്ഞേ, സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവൻ കൂടെയുള്ളതാ. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ല ഇനി. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുക. ബുദ്ധിക്കതീതമാം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ. വിശ്വാസത്താൽ വിളിച്ചു പറഞ്ഞേ, ബുദ്ധിക്കതീതമാം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ. അതുകൊണ്ട് അവൻ സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവൻ. ആമേൻ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ,
സാധാന്യ ശക്തികൾ ജയിക്കും ഞാൻ വചനത്തിൻ ശക്തിയാൽ. ആമേൻ. സാധാന്യ ശക്തികളെ ജയിക്കും ഞാൻ വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതമാം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയെ നടത്തുന്നു. ആമേൻ. ബുദ്ധിക്കതീതമാം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയെ നടത്തുന്നു. ആമേൻ. സാധ്യമേ, ഓ യേശുവിൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ യേശു. ആമേൻ, ആമേൻ. സാധ്യമേ എല്ലാം എൻ യേശുവിൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ യേശുവിൻ കൂടെയുള്ളതാ. ഭാരം പ്രയാസങ്ങൾ ചൊല്ലും കുലുങ്ങുകയില്ല ഇനി. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും ചൊല്ലും കുലുങ്ങുകയില്ല ഇനി. ബുദ്ധിക്കതീതമാം ദിവ്യ സമാധാനമെന്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. ബുദ്ധിക്കതീതമാം ദിവ്യ സമാധാനമെന്റെ ഉള്ളത്തിൽ അവൻ. അതുകൊണ്ട് അവൻ സാധ്യമേ എല്ലാം എൻ യേശുവിൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ യേശുവിൻ കൂടെ. സാധ്യമേ, ഓ യേശുവിൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ എല്ലാം. ഓ ആമേൻ, ആമേൻ. സാധാന്യ ശക്തികൾ ജയിക്കും ഞാൻ വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. സാധാന്യ ശക്തികൾ ജയിക്കും ഞാൻ വചനത്തിൻ ശക്തിയാൽ. ബുദ്ധിക്കതീതമാം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയെ നടത്തുന്ന കർത്താവ്. ഓ എന്നെ ജയാളിയെ നടത്തുന്നു.